അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? കബറടക്കിയിട്ട് നീ പെട്ടെന്ന് ഓടല്ലേ. വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ ഇറക്കി വെച്ചിട്ട്, മാതാപിതാക്കളുടെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട്, എടാ പോകേണ്ടവരൊക്കെ പോകട്ടെ, നീ ഒരു 40 ആയത്തോതുന്ന സമയം ഒരു 5 മിനിറ്റെങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വെറുതെയല്ലടാ നിൽക്കാൻ പറഞ്ഞത്, ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട്. മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത്. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോയല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയല്ലോ, എന്റെ കൂട്ടുകാര് പോയല്ലോ, എന്റെ സഹോദരങ്ങൾ പോയല്ലോ. സ്വന്തം മക്കളാണ് ഒന്നാമതോടുന്നത്. വാപ്പയെ കബറടക്കിയറ്റ് മക്കൾ ഇങ്ങനെ ഓടുമ്പോ കബറിന്റെ അകത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു, അല്ലാ എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ അല്ലാ, ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോൻ എന്നെ അങ്ങ് മറന്നുപോയോ അല്ലാ. മോനെ കബറിന്റെ ചാരത്ത് നിന്നാ ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ആര് പോയാലെന്താ, ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല, എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ, എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ. കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്നാ, ആ മനുഷ്യനൊരു സമാധാനം. ഞാൻ നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ പറയുകയാ, മക്കളെ ഹാഫിളാക്ക്. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിള് വേണം. വീട്ടിൽ ഒരാളെയെങ്കിലും നീ ഹാഫിളാക്ക്. കാരണം അവന് 40 പേര്